Hi friends, welcome to Kitchen&Vlog. എല്ലാവർക്കും ഞങ്ങളുടെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ? ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ടൊരു കായിരിപ്പില്ലേ നമ്മുടെ? അത് നന്നായി പഴുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുണ്ട്. നമുക്ക് അതിനോട് പഴംപൊരി ആക്കിയാലോ? അത് തന്നെ. ഞങ്ങളപ്പോ അതുകൊണ്ട് പഴംപൊരി ആക്കാൻ പറ്റില്ലേ? പിന്നെ അടിപൊളിയല്ലേ, ഞങ്ങൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പൊ നല്ലൊരു പൂവമ്പഴത്തിന്റെ പഴംപൊരി ആയിട്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ. പഴംപൊരിക്ക് വേണ്ടിയിട്ട് പഴം തൊലി കളഞ്ഞ് അത് 2 പീസാക്കി വെച്ചിട്ടുണ്ട്. പഴം മുക്കി വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. 2 കപ്പ് മൈദ, 1/2 കപ്പ് തൈര്, 1/4 കപ്പ് അരിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, 1 ഗ്ലാസ് വെള്ളം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇൻഗ്രീഡിയൻസ് എല്ലാവരും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം. ഈ മൈദയുടെ സ്വഭാവം അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഒഴിക്കണം കേട്ടോ. നമ്മുടെ പഴംപൊരിക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഇത്രയും തിക്നെസ് ഉണ്ടായിരിക്കണം, ലൂസായി പോവരുത്. പിന്നെ ഇതില് മഞ്ഞൾ മാത്രമേ നമ്മൾ കളറായിട്ട് ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ പഞ്ചസാര ചേർത്തത് ആകെ 3 ടീസ്പൂൺ ആണല്ലോ. ഈ 3 ടീസ്പൂണ് നമുക്ക് ഇതിന് ഈ പഴത്തിന് ആവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ കൂടുതൽ പഞ്ചസാര ചേർത്താൽ വറുത്ത് ഇങ്ങനെ കോരുമ്പോൾ ആ ഒരു വറവും, അതായത് മുകൾ ഭാഗത്തൊക്കെ മാവുമ്മ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തൈര് ചേർത്തത് ഇതിലേക്ക് നല്ല സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്, പുളിയൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാനും കൂടി ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ പോവാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോ പഴം വീതം ഇതുപോലെ മുക്കി അതിലേക്ക് ഇടാം. ഇതുപോലെ ഒരു വശം ചുമന്ന് കഴിയുമ്പോൾ മറ്റേ വശം ഇതുപോലെ മറച്ചിടണം. നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ബാക്കിയുള്ള പഴം നമുക്ക് ഇതുപോലെ തന്നെ മാവിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം. നമ്മുടെ പഴംപൊരി ഇതേ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കണ്ടില്ല, അതിന്റെ കളറൊക്കെ കരിഞ്ഞിട്ടില്ല. ഇതുപോലെ ആയിരിക്കണം നമ്മൾ കോരിയെടുക്കുക. പിന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ പഴമൊക്കെ ഇങ്ങനെ പഴുത്തു പോകും. ആ സമയത്തൊക്കെ ചെറുപഴം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ ഇതുപോലുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പഴംപൊരിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട്. ഞാൻ പഴംപൊരി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടമായി. ഞാൻ അങ്ങനെ അധികം പഴംപൊരി കഴിക്കാത്തതാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് അതിന്റെ അഭിപ്രായം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക.